PSC പരീക്ഷാ ക്രമക്കേടിൽ കോഴിക്കോട് യുവമോർച്ച സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് സമാധാനപരമായി സമരം നയിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PSC ക്രമക്കേടിൽ ഉത്തരവാദികളെ ശിക്ഷിക്കുക, അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുക, പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കുക, വേക്കൻസി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത്. 5 തവണയാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സംഭവത്തിൽ 5 യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. യുവമോർച്ച ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ, പ്രവർത്തകരായ സബിൻ, ജോഷിൽ, ജിഷ്ണു, ധനേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് വയനാട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ വാഹന സൗകര്യം ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. തുടർന്ന് സ്വകാര്യ വാഹനങ്ങളിലാണ് പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. യാതൊരു മുന്നറിയിപ്പില്ലാതെ 4 തവണയാണ് ഈ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല 4-5 പേർ ഇപ്പോൾ ആശുപത്രിയിലാണ്. വളരെ ക്രൂരമായിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഒരു പ്രശ്നം പൊതുജന മധ്യത്തിൽ ഉന്നയിച്ച് ജനാധിപത്യ രീതിയിലൊരു സമരം നടത്തുമ്പോൾ ഈ രീതിയിലാണോ പോലീസ് അതിക്രമിക്കേണ്ടത്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇന്നലെ വരെ കേരളത്തിലെ ഞങ്ങൾ യുവാക്കളോടൊപ്പമാണ്, ഉദ്യോഗാർത്ഥികളോടൊപ്പമാണെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നതല്ലേ? ആ VD സതീശൻ അധികാരത്തിലിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് മാസങ്ങളായി സമരം ചെയ്യുന്ന LP സ്കൂൾ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെവിടുന്ന് പോലീസുകാർ വേട്ടപ്പട്ടികളെ പോലെയല്ലേ പെരുമാറിയിട്ടുള്ളത്? പ്രതിഷേധം BJP സംസ്ഥാന സമിതി അംഗം O നിതീഷ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും സമരക്കാർ അറിയിച്ചു. ജനം, കോഴിക്കോട്.